ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വോളട്ടൈലാണ്, അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റും സ്ലൈറ്റ്ലി വോളട്ടൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് ട്രെൻഡാണ്. ചൈനീസ് മാർക്കറ്റിലും ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബെറ്ററാണ്, അതുപോലെ തന്നെ ഗോൾഡ് ബെറ്ററാണ്, കോപ്പർ ബെറ്ററാണ്. മറ്റെല്ലാ കമ്മോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ജാക്സൺ ഹോൾ എക്കണോമിക് സിമ്പോസിയത്തിൽ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ട സമയമാണിതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെയുണ്ട്. സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ അമേരിക്കയിലെ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. 0.25 ആണോ 0.5 ആണോ എന്നുള്ള കാര്യം അനൗൺസ്മെൻറ്റിന് ശേഷം മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പൊതുവേ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള ഇഷ്യൂസ് തന്നെയാണ്. പക്ഷേ ഈ ആഴ്ചയിൽ അതും സെറ്റിലാവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓവറോൾ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളാണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിലെ GDP ഡാറ്റ വെള്ളിയാഴ്ച അനൗൺസ്മെൻറ്റ് വരികയാണ്. 7.1-നും 7.4% ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഫിഗറിനേക്കാളും ബെറ്ററാണ് GDP ഡാറ്റ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കാറ്റലിസ്റ്റ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോഴും മൊമെൻറ്റിന്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Nifty 50 ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. L&T മൈൻട്രി അതുപോലെ തന്നെ ഡിവീസ് ലാബാണ് പുറത്തു പോകുന്ന കമ്പനികൾ. 30 സെപ്റ്റംബർ മുതലാണ് ഇത് എഫക്റ്റീവ് ആവുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ചും BELനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസ്, സൊമാറ്റോ മിക്കവാറും അടുത്ത NSE F&O റിസ്ട്രിക്ചറിങ്ങിൽ F&O സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിമിറ്റ് 49% ഉയർത്തിയുണ്ട്. അപ്പോൾ ഈ ന്യൂസും പോസിറ്റീവ് തന്നെയാണ്. സൊമാറ്റോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ധാരാളം വരുന്നുണ്ട്. സൊമാറ്റോ ഒരു പുതിയൊരു ഫീച്ചറും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസത്തേക്കുള്ള ഫുഡ് നമുക്ക് ബുക്ക് ചെയ്യാം. ഈ ഫീച്ചറുകൾ ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങുമ്പോൾ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഡൽഹി അതുപോലെ തന്നെ ബാംഗ്ലൂർ, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, ലക്നൗ, ജയ്പൂരൊക്കെയാണ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള. 1000 രൂപയ്ക്കുള്ള ഓർഡർ ആയിരിക്കണം. 13,000 ഔട്ട്ലെറ്റുകളിൽ ഇത് അപ്ലിക്കബിളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എല്ലാ സെഗ്മെൻറ്റിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സൊമാറ്റോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ സ്ട്രോങ് ഡിജിറ്റൽ റിലേറ്റഡ് പിക്കാണ് സൊമാറ്റോ. എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കും കൂടിയാണ്. ഒപ്പം ഗവൺമെൻറ് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ധാരാളം പ്രപ്പോസലുകൾ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നു. ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുള്ള കമ്പനികൾ NIT ലിമിറ്റഡ്, NIT ലേണിംഗ് സൊല്യൂഷൻസ്, ടീം ലീസ്, ക്വസ്റ്റ് കോർപ്പറേഷനൊക്കെയാണ് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. ഒപ്പം ക്വസ്റ്റ് കോർപ്പറേഷൻ്റെ ഡിമർജറും കൂടിയുണ്ട്. 3 കമ്പനികളായിട്ട് മാറുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. അതുപോലെ തന്നെ ONGC കൃഷ്ണ ഗോദാവരി റീജിയനിലെ 4ാമത്തെ 5ാമത്തെ വെല്ലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ സക്സസ്ഫുൾ ആണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ONGCനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഓവറോൾ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിനും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ മാർക്കറ്റിനൊക്കെ വരുന്ന ന്യൂസുകൾ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ DLF, അതുപോലെ തന്നെ ഒബറോയ് റിയാലിറ്റി, ഫിനിക്സ് മിൽസ്, ഇക്വിനോക്സ്, ഇന്ത്യ ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച്, റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിൽ വലിയ ബൂം വരുന്നത് തീർച്ചയായും എംബസി പോലുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾക്കും പോസിറ്റീവ് തന്നെയാണ്. ഇവരുടെ പാർട്ടിസിപ്പേഷനുള്ള ഒരു കമ്പനിയാണ് പഴയ ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ്, ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസാണ് ഈ കമ്പനികളെല്ലാം തന്നെ. ഒപ്പം റിപ്പോർട്ടുകൾ വരുന്നത് നമ്മുടെ ജനങ്ങൾ വലിയ രീതിയിൽ ട്രാവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക.
ആണ് ഓഗസ്റ്റിൽ മാത്രം 20% ട്രാവലിൻ്റെ ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ഹോട്ടൽസ്, അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെയാണ്. ഇന്ത്യൻ ഹോട്ടൽസ്, ജൂനിപ്പർ ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, അഡ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇക്സിഗോ ട്രാവൽ റിലേറ്റഡ് കമ്പനിയാണ്, ഈ വർഷമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 93 രൂപയ്ക്കാണ് IPO വന്നിരുന്നത്. ഇപ്പോൾ 168-170 റേഞ്ചിലൊക്കെയാണ്. ഡിജിറ്റൽ റിലേറ്റഡ് ഒരു ട്രാവൽ റിലേറ്റഡ് കമ്പനിയാണ് ഇക്സിഗോ. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഫാർമ കമ്പനികൾക്ക് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് സോഴ്സ് എല്ലാം തന്നെ പോസിറ്റീവാണ്. സൺ ഫാർമ, ലൂപ്പിൻ, അറബിന്ദോ, സൈഡസ് ലൈഫ് സയൻസസ്, സിപ്ല, ഓർക്കിഡ് കെമിക്കൽസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. പൊതുവെ ഫാർമ സെക്ടറിലും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ 9 IPOs ഉണ്ട്. 3 മെയിൻ ബോർഡ് IPO ഉണ്ട്, 6 SME IPO ഉണ്ട്. മെയിൻ ബോർഡ് IPO 27-ാം തീയതി നാളെ ഓപ്പൺ ചെയ്യുന്ന പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് ആണ്. സോളാർ റിലേറ്റഡ് കമ്പനിയാണ്. 450 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ മെയിൻ ബോർഡ് IPO കൂടിയാണിത്. ഞാൻ ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന അടുത്ത 2 SME IPOകൾ ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ JB ലാമിനേഷൻസ് ലിമിറ്റഡ് ആണ്. JB ലാമിനേഷൻസ് ലിമിറ്റഡ് പവർ സെക്ടർ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. 146 രൂപയ്ക്കാണ് IPO. അത് നാളെയാണ് ഓപ്പൺ ആവുന്നത്. 1000 മാർക്കറ്റിലോട്ട് വരുന്നത്. NSE SMEയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് 1200 മാർക്കറ്റിലോട്ട്. 99 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള IPO തന്നെയാണ് ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡും. ഇന്ന് ഓപ്പൺ ആവുകയാണ് ഇന്ത്യ ഫോസ്ഫേറ്റ്സ് IPOയും. ഈ 3 IPOയിലും ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപിക്കാവുന്നതാണ്. ഒപ്പം ഇന്ന് ലിസ്റ്റിംഗും ഉണ്ട്. 2 മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് ഉണ്ട്. ഓറിയൻ ടെക്നോളജീസും അതുപോലെ തന്നെ ഇന്റർആർക്ക് ബിൽഡിംഗ് പ്രൊഡക്റ്റും. ഓറിയൻ ടെക്നോളജീസ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഒരു 30-40% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ്. ഈ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ്. അതുപോലെ തന്നെ NSE SMEയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 4 സ്റ്റോക്കുകൾ ഇന്ന് ലിസ്റ്റിംഗ് ഉണ്ട്. ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ആണ്. അപ്പാരൽ എക്സ്പോർട്സ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 80 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. ഓൾമോസ്റ്റ് 100% ലിസ്റ്റിംഗ് ഗെയിൻ അടുത്ത 2-3 ദിവസങ്ങളിൽ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. ബ്രൈസ്പോർട്ട് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് 80 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. ഓൾമോസ്റ്റ് 100% റിട്ടേൺ ലിസ്റ്റിംഗ് ഗെയിനായിട്ട് ലിസ്റ്റിങ്ങിന് ശേഷം കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ QVC എക്സ്പോർട്സ് 86 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. ഈ കമ്പനിയിലും നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ 100% അപ്രീസിയേഷൻ ലിസ്റ്റിംഗിൽ തന്നെ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ REC ലിമിറ്റഡ്, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ആയിട്ടൊരു ഡീല് വന്നിട്ടുണ്ട്. 45,000 രൂപയുടെ ഫണ്ടിങ്ങിനാണ്. RECനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. JSW എനർജിക്ക് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അഡാനി ഇലക്ട്രിസിറ്റി മുംബൈയിൽ നിന്നാണ്. വിൻ പവർ റിലേറ്റഡ് പ്രൊജക്റ്റാണ്. KEC ഇന്റർനാഷണൽ 1079 കോടി രൂപ ഓർഡർ കിട്ടുന്നുണ്ട്. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഒമാൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറൊക്കെയാണ്. നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. ലോങ് ടേമിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1200 രൂപ പെർ ഷെയറാണ്. ഒപ്പം ഉണോമിൻഡ, രാജസ്ഥാനിലെ ഒരു ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള JV ഉള്ളൊരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഉണോമിൻഡനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മിൻഡ കോർപ്പറേഷനൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് പോസിറ്റീവ് ബയാസാണ് മാർക്കറ്റിലുള്ളത്. വളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി വരുമ്പോൾ ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നാളെ ഓപ്പൺ ചെയ്യുന്ന പ്രീമിയം എനർജീസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ്, NSE SME, JB ലാമിനേഷൻസ് ലിമിറ്റഡ്, NSE SME നാളെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ IPOകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.